അപ്പോഴും ഈ വ്യോമയാന മേഖലയിലെ പ്രതിസന്ധിക്ക് ആശയക്കുഴപ്പങ്ങൾക്ക് കൺഫ്യൂഷനുകൾക്ക് പരിഹാരമാവുന്നില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 30 വിമാന സർവീസുകൾ നിന്നും റദ്ദാക്കി. ഇവിടെ നിന്ന് പുറപ്പെടുന്നതും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരേണ്ടതുമായ സർവീസുകളാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് 9 വിമാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തും. 13 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്ക് സർവീസ് നടത്തും. എയർ അറേബ്യ സർവീസ് ആരംഭിച്ചു. വിപിൻ സി വിജയൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമാക്കിയ വലിയ ആക്രമണങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും വ്യോമയാന മേഖലയിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല തീരെ. അതെ അശ്മി, എങ്കിൽ പോലും ഒരു ആശ്വാസത്തിന്റെ ഒരു വെളിച്ചം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ആദ്യ ഘട്ടത്തിൽ അവിടെ ഒരുപാട് പേർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്തകളിൽ. ഇപ്പോൾ പതിയെ അതൊക്കെ തിരിച്ചു വന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായും തിരുവനന്തപുരത്ത് നിന്ന് 30 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഗൾഫിൽ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരേണ്ടതുമായിട്ടുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ ഒമാൻ എയർവേസും അതുപോലെ തന്നെ എയർ ഇന്ത്യയും മസ്കറ്റിലേക്ക് അവിടെ നിന്നും സർവീസുകൾ നടത്തുന്നുണ്ട്. തിരിച്ച് ഇങ്ങോട്ടേക്കും അവരുടെ സർവീസുകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നെടുമ്പാശ്ശേരിയിലേക്ക് വരുമ്പോൾ 9 വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനും ഒപ്പം തന്നെ 13 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.